അപ്പോൾ ഈ ചൂടിന് കുടിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി വിശപ്പും ദാഹവും ഒക്കെ മാറ്റുന്ന ഒരു അടിപൊളി ഡ്രിങ്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. നമ്മളെ സ്വന്തം കസ്റ്റാർഡ് സാലഡാണ്. നല്ല സിമ്പിളായിട്ട് ടേസ്റ്റി ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു ഐറ്റം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതിനു മുന്നേ നമ്മളെ വീഡിയോ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ, അതായത് പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ ഇത് ഞാനൊരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ അടുപ്പത്ത് വെച്ചിട്ട് ചൂടാക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ ഒരു മിൽമയുടെ കവറാണ് ഞാൻ ഒഴിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് ഞാൻ പൊട്ടിച്ച് അതിലേക്ക് ഒഴിച്ചു കൊടുക്കലാണ് കേട്ടോ. മിൽമയാകുമ്പോൾ നല്ല കൊഴുപ്പുള്ള പാലാണല്ലോ, അപ്പോൾ അത് കുറച്ചും കൂടി നല്ലതാണ്. നമ്മൾ ഇതിലൊട്ടും വെള്ളം ചേർക്കാൻ പാടില്ല പാലിൽ, അപ്പോൾ അതിൻ്റെ ടേസ്റ്റൊക്കെ മാറിപ്പോവും. അപ്പോൾ ഇതൊരു ബൗളിലേക്ക് ഞാൻ കുറച്ച് പാല് മാറ്റി ഒഴിച്ച് വെക്കുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം ഒരു ഒന്നരയില്ല, ഒരു 1.25 സ്പൂണ്, അതായത് ഈ സ്പൂണിൽ 1.25 സ്പൂണോളം നമ്മൾ മാറ്റി ഒഴിച്ച് വെക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ബാക്കി നന്നായിട്ട് പൊക്കി ഒഴിച്ചിട്ട് അത് ചൂടാക്കാൻ കേട്ടോ. നല്ല പൊക്കി ഒഴിക്കുമ്പോൾ നല്ല എന്താ പറയുക, അതിൻ്റെ നെയ്യൊക്കെ പതച്ച് വരുമ്പോൾ അതിൻ്റെ നെയ്യൊക്കെ നന്നായിട്ട് ഇറങ്ങും. അതുകൊണ്ടാണ് ഞാനിങ്ങനെ പൊക്കി ഒഴിക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് ആ പാല് നമ്മൾ മാറ്റി വെക്കുകയാണ്. ഇത് നന്നായിട്ട് നമ്മൾ പതക്കുന്നത് വരെ ഇങ്ങനെ, അതായത് ജസ്റ്റ് ഒന്ന് ചൂടാകുന്നത് വരെ ഇങ്ങനെ പൊക്കി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് വെച്ചാൽ പഞ്ചസാരയാണ്. ഞാൻ ഈ ഒരു കുഞ്ഞ് ബൗളിലാണ് പഞ്ചസാര എടുക്കുന്നത്. ഇത് മുഴുവനായിട്ട് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പം ഞാൻ ഈ ഒരു കാണിക്കുന്ന അത്രയും മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. ഇത്രയും ബാക്കി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ കസ്റ്റർഡ് പൗഡർ ഞാൻ എടുത്തത് ബേക്കേഴ്സിൻ്റെ ആണ്. നല്ല കസ്റ്റർഡ് പൗഡർ ആണ് കേട്ടോ. ഇത് ഞാൻ ഇതിന് മുന്നേ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഞാൻ ആ മാറ്റി വെച്ച പാലിൽ ഒരു 3 ടീസ്പൂണാണ്, ടേബിൾ സ്പൂണല്ല, 3 ടീസ്പൂൺ കലക്കി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് മാറ്റി വെക്കാം. അത് കഴിഞ്ഞിട്ട് ഇതാ പാൽ ഏകദേശം ചൂടായി വന്നപ്പോൾ ഞാൻ വാനില എസൻസ് ആണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. 1 ടീസ്പൂണാണ്. 1 ടീസ്പൂൺ വാനില എസൻസ് നന്നായിട്ട് ഒഴിച്ചു കൊടുത്ത് മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വാനില എസൻസും ഒഴിക്കുമ്പോൾ നല്ല മണം കിട്ടും. പിന്നെ ഐസ്ക്രീമിൻ്റെ ഒക്കെ ഒരു ഫ്ലേവറൊക്കെ കിട്ടും. അപ്പോൾ ഇതാ കസ്റ്റാർഡിൻ്റെ ആ മിക്സും കൂടി ഞാൻ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കുന്നുണ്ട്. ഇനി നമ്മൾ കൈ വിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. പിന്നെ ഒരു കാര്യം കൂടെ, ഇതിനകത്ത് ബട്ടർ, അതായത് ഉപ്പില്ലാത്ത ബട്ടറൊക്കെ ഇടുവാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ മിൽക്ക് മെയ്ഡ്, പഞ്ചസാരക്ക് പകരം നിങ്ങൾക്ക് മിൽക്ക് മെയ്ഡും കൂടെ ഉപയോഗിക്കാം. അപ്പോൾ അതും നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇത് കൈ വിടാണ്ട് ഒന്ന് തിക്കാവുന്നത് വരെ നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. കൈ വിട്ട് കഴിഞ്ഞാൽ ഇത് കട്ട കെട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത്ര ടേസ്റ്റ് ആയിട്ട് കിട്ടില്ല. ഇപ്പോൾ ഈ നോൺ സ്റ്റിക്കിൻ്റെ ആയതുകൊണ്ട് തന്നെ നമുക്ക് അധികം, അതായത് കട്ടിയൊന്നും കിട്ടില്ല. എന്നാലും നമ്മൾ കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. അങ്ങനെ ഒരുവിധം ഇത് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. ഇത്രയും പോരാ, കുറച്ചും കൂടെ കുറുകണം. അപ്പോൾ ഏകദേശം കുറുകി വന്നിട്ടുണ്ട്. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇത് തണുക്കാനായിട്ട് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. നല്ല ആവി പറക്കുന്നുണ്ട് കേട്ടോ. അതാണ് ഞാനിങ്ങനെ തൊട്ട് നോക്കി. അത് കഴിഞ്ഞിട്ട് നമ്മളടുത്ത് എന്തൊക്കെയാണ് ഫ്രൂട്ട്സ് ഉള്ളത് അതൊക്കെ നമുക്ക് എടുക്കാം. എൻ്റെ കയ്യിലിപ്പോൾ കറുത്ത മുന്തിരി കഴിഞ്ഞു വന്നേരാണ് എനിക്ക് ഇതിൻ്റെ ഒരു ഓർമ്മ വന്നത്. അപ്പോൾ 2 കറുത്ത മുന്തിരി ഉണ്ടായിട്ടുള്ളൂ. പിന്നെ കുറച്ച് പച്ചമുന്തിരിയും ബത്തക്കയാണ് കേട്ടോ ഉണ്ടായത്. അപ്പോൾ ഇത് നന്നായിട്ട് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കുക. ഇതാ കഷ്ണങ്ങളൊക്കെ ഞാൻ ഇതുപോലെ സ്ക്യൂബായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്, കുഞ്ഞിതായിട്ട്. പിന്നെ ഇതാ കസ്കസും, ഒരു 3-4 സ്പൂണ് കസ്കസ് ഞാൻ കുതിർത്ത് വെച്ചതാണ്. അപ്പം നിറയെ ഉണ്ടായി. അപ്പോൾ ഇതൊക്കെ തണുത്ത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് ആ മിക്സിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ. നന്നായിട്ട് തണുത്താൽ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഇതാ സെറ്റാക്കിയിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഞാനിതൊരു കുഞ്ഞു ബൗളിലേക്ക് സെർവ് ചെയ്യാൻ പോകട്ടെ. ഇതാണ് അതിൻ്റെ ഒരു കളർ എന്ന് പറയുന്നത്. നല്ല ഈ ബത്തക്ക ഇട്ടുകൊണ്ട് തന്നെ കാണാൻ നല്ല സ്റ്റൈലാണ് കേട്ടോ കാണാൻ. അപ്പോൾ ഇത് നമുക്ക് അനാറൊക്കെ ഇടാം. അനാറൊക്കെ ഇടുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കഴിക്കാൻ നോക്കുമ്പോൾ മാത്രമേ അനാറൊക്കെ ഇടാവൂ, അല്ലെങ്കിൽ ഇതിൻ്റെ കളറ് കംപ്ലീറ്റ് ചേഞ്ച് ആയി പോകും. അനാറിനൊരു കളറ് വരൂലേ, അപ്പോൾ അത് കംപ്ലീറ്റ്ലി ചേഞ്ച് ആയി പോകും. അതുകൊണ്ട് കഴിക്കാൻ നോക്കുമ്പോൾ മാത്രമേ ഇത് ഫ്രൂട്ട്സ് ഇടാവും. ബാക്കിയൊക്കെ പ്രശ്നങ്ങളൊന്നുമില്ല. നമുക്ക് ഇട്ടിട്ടും അതായത് മൊത്തം കലക്കി വെച്ച് നമുക്ക് ഫ്രിഡ്ജിൽ തണുക്കാൻ വെക്കാം. അപ്പോൾ ഇതാണ് എൻ്റെ ഫ്രൂട്ട്സ് സലാഡ് എന്ന് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നമ്മളെ വിശപ്പും ദാഹവും ഈ ചൂടോടുള്ള ആ ഒരു ഇതൊക്കെ അങ്ങ് പോകും. നല്ല കൂളിംഗ് ഉള്ളൊരു സംഭവമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. മസ്റ്റ് ട്രൈ ആണ്. സൂപ്പർ സാധനമാണ്. അപ്പം നമുക്ക് എന്താ വെച്ചാൽ നമ്മൾ ഫ്രൂട്ട്സ് കഴിക്കും. ഇതിൽ വലിയ ക്വാണ്ടിറ്റി ഉണ്ട്, ഫ്രൂട്ട്സ് ഉണ്ട്, ഒക്കെ ഉണ്ട്. അപ്പം നമ്മൾ
ഞാൻ കഴിച്ചു വെക്കലാണ് കേട്ടോ. അപ്പോൾ നമ്മളെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മളെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ടാറ്റാ ബൈ ബൈ, സീ യു. അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ഓക്കെ, ബൈ.